ഒരു പുതുമുഖ നടന് ഒരു സിനിമയിൽ നായകനാവാൻ അവസരം കിട്ടുന്നു. ആ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ റിലീസ് നീണ്ടുപോകുന്നു. പക്ഷെ ആ ഒരു സിനിമ റിലീസിന് മുമ്പ് തന്നെ 7ഓളം സിനിമകൾ നായകനായിട്ട് കമ്മിറ്റഡ് ആവും. ആ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത്ത് എന്ന് പറയുന്ന ഹിറ്റ് റൈറ്റർ സംവിധായകനായ സിനിമയാണ് രാവണപ്രഭു. രാവണപ്രഭു സിനിമയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ ഒരു ബ്ലോക്ക് ബസ്റ്ററായ ഒരു സിനിമയായിരുന്നു. ഒരു മാസിൻ്റെ പീക്ക് ലെവല് തന്നെ. ദേവാസുരത്തിൻ്റെ സെക്കൻഡ് പാർട്ട് നരസിംഹം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിലെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയോട് വന്ന് സൂപ്പർ ഹിറ്റായി. നരസിംഹം അല്ലെങ്കിൽ രാവണപ്രഭു കഴിഞ്ഞിട്ട് രഞ്ജിത്ത് എന്ത് സിനിമ ചെയ്യും എന്നുള്ള ഒരു ചർച്ചയ്ക്ക് അന്ന് സിനിമാ ലോകത്തുണ്ടായിരുന്നു. ഒരു മാസ് സിനിമ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ രഞ്ജിത്ത് പ്ലാൻ ചെയ്തത് ഒരു കൊച്ചു സിനിമ, പുതുമുഖങ്ങളുടെ ഒരു ലവ് സ്റ്റോറി. പക്ഷെ ഒരു ലവ് സ്റ്റോറിക്ക് അപ്പുറത്തോട്ട് അതിലൊരു എലിമെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് സിനിമ കണ്ടവർക്ക് മനസ്സിലായി. അതായിരുന്നു നന്ദനം. അപ്പോൾ നന്ദനത്തിൽ പുതുമുഖ നായകനെ നായികയും ആലോചിക്കുന്നു. അപ്പോൾ ആ ഒരു സിനിമയിൽ നവ്യ നായർ ഇഷ്ടം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വരുന്നു. ഇഷ്ടം കഴിഞ്ഞിട്ട് നവ്യ നായർ കമ്മിറ്റ് ചെയ്ത സിനിമ നന്ദനം. 2001 ഡിസംബറിൽ, ഏകദേശം എനിക്കൊരു ഡേറ്റ് ഒന്നും ഓർമ്മയില്ല എങ്കിലും ഒരു ഡിസംബറിൽ ആ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നത്. എനിക്കൊരു ഡിസംബറിന് നവംബറിൽ അത് അനൗൺസ് ചെയ്തു. 2001 നവംബറിൽ ആ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. ഇപ്പോഴും എനിക്കൊരു ഓർമ്മയുണ്ട്, മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു നമുക്കറിയാം സൺഡേ സപ്ലിമെൻറ്റിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്ന ഒരു പേജുണ്ട്, ലാസ്റ്റത്തെ ഒരു പേജ്. അപ്പോൾ ആ ഒരു പേജിൽ സുകുമാരൻ്റെ മക്കൾ രണ്ടുപേരും സിനിമയിലോട്ട് വരുന്നത്, പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രജിത്തിൻ്റെയും ഫോട്ടോ, അതോടൊപ്പം തന്നെ ജയസൂര്യയുടെയും ഒരു ഫോട്ടോ ഉണ്ട്. അതായത് വിനയൻ്റെ സിനിമ, ഹിറ്റ്സ് ഡയറക്ടർ വിനയൻ്റെ സിനിമയിൽ നായകനായി ജയസൂര്യ. അപ്പം അത് ജയസൂര്യ മിനി സ്ക്രീനിലും മിമിക്രി താരം രീതിയിലൊക്കെ എനിക്കൊക്കെ അറിയാം. നമ്മളൊക്കെ കാണുന്നതാണ് സ്ഥിരമായിട്ട് സൂര്യ ടി വിയിലൊക്കെ ജഗതി വേഴ്സസ് ജഗതിയോ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നതാണ്. ഇന്ദ്രജിത്ത് അതിൽ വില്ലൻ വേഷം ചെയ്തു. ഇന്ദ്രജിത്ത് അതിന് മുമ്പ് വിജി തമ്പിയുടെ ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ പൃഥ്വിരാജ് നായകനായിടുന്ന രഞ്ജിത്തിന്റെ സിനിമയിൽ വരുന്നു. ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ 2001 ഡിസംബറിൽ ആ സിനിമ ഷൂട്ട് തുടങ്ങും. 2002 വിഷുവിന് റിലീസ് പ്ലാൻ ചെയ്ത സിനിമ തന്നെയായിരുന്നു നന്ദനവും ഊമപ്പെണ്ണിന് ഉരിയാട പയ്യനും. ഊമപ്പെണ്ണ് 2002 വിഷുവിന് റിലീസാവുന്നു. ഊമപ്പെണ്ണ് ഭയങ്കര ഹിറ്റാവുന്നു. അതിലൂടെ ഇന്ദ്രജിത്തും ജയസൂര്യയൊക്കെ അറിയപ്പെടുന്ന നടന്മാരെ മാറുന്ന കുറേ അവസരങ്ങൾ കിട്ടി. പക്ഷെ നന്ദനം മാത്രം അപ്പോഴും റിലീസായില്ല. പക്ഷെ നന്ദനത്തിലെ പാട്ടുകൾ ഇറങ്ങിയിരുന്നു. 2002 ഏപ്രിൽ നന്ദനത്തിലെ പാട്ടുകളുടെ കാസറ്റൊക്കെ ഇറങ്ങി ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ട് രവീന്ദ്ര മാഷിന്റെ സംഗീതം ഒക്കെ ആയിട്ട് ഭയങ്കര ഹിറ്റാണ്. പക്ഷെ നന്ദനം സിനിമ റിലീസാവുന്നില്ല. പക്ഷെ നന്ദനം റിലീസിന് മുമ്പ് തന്നെ പൃഥ്വിരാജിന് ഒരുപാട് അവസരങ്ങൾ കിട്ടി തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമ രാജസേൻ്റെ, അന്നത്തെ ഹിറ്റ് ഡയറക്ടർ രാജസേൻ്റെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ട് രാജകുമാരി. ആ ഒരു സിനിമയിലേക്ക് പൃഥ്വിരാജ് കമ്മിറ്റഡ് ആയതിനെക്കുറിച്ച് ഞാനിങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. ആ 2002 ഏഷ്യാനെറ്റ് അവാർഡ്, അതായത് 2001 മികച്ച നടനെയും നടിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവാർഡ്സ് പ്രഖ്യാപനം, ആ അവാർഡിന് അവതാരകരായിട്ട് അത് ആങ്കർ ചെയ്ത അന്ന് പൃഥ്വിരാജായിരുന്നു. അന്ന് അതിൻ്റെ ഡിസ്കഷനോ റിഹേഴ്സലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്തൊരു ഹോട്ടലിലാണ് ഈ നക്ഷത്രക്കണ്ണ രാജകുമാരൻ്റെ ക്രൂ, രാജസേനൻ പറഞ്ഞിട്ട് അതിൻ്റെ ക്രൂ മെമ്പേഴ്സ്, എനിക്കൊണ്ട് രാജസേനൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇവരെല്ലാവരും കൂടി പൃഥ്വിരാജിനെ കാണാൻ വരുന്നു. പൃഥ്വിരാജിനോട് ഇങ്ങനെ ഒരു സിനിമയുണ്ട് എന്ന് സംസാരിക്കുന്നു. പൃഥ്വിരാജ് ഓക്കെ പറയുന്നു. എന്നിട്ട് അന്ന് ആ ഏഷ്യാനെറ്റ് അവാർഡ് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ വെച്ച് പൃഥ്വിരാജ് അനൗൺസ് ചെയ്തതായിട്ട് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ രാജസേനൻ്റെ സിനിമയിലേക്ക് എനിക്ക് ആദ്യ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു അവസരം കിട്ടി എന്നൊക്കെ. ഇതുപോലെ തന്നെയായിരുന്നു സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമ. സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇതേപോലെ AK സാജൻ പ്ലാൻ ചെയ്യുന്നു, പൃഥ്വിരാജിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നക്ഷത്രക്കണ്ണ രാജകുമാരൻ്റെ ലൊക്കേഷനിലാണോ അതോ ഈ പറയുന്ന വേറെ ഏതൊരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്കാണോ അവിടെ വരുന്നു, കഥ പറയുന്നു, പൃഥ്വിരാജ് ഓക്കെ പറയുന്നു. അങ്ങനെ ഈ 2 സിനിമകൾ. അപ്പോൾ നന്ദനത്തിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയേണ്ടത്, നന്ദനത്തിലേക്ക് പൃഥ്വിരാജ് വരാനുള്ളൊരു വഴി ഇതേപോലെ രഞ്ജിത്ത് പുതുമുഖങ്ങളെ തേടുന്നു. ആ സമയത്ത് ഫാസിൽ കയ്യെത്തും ദൂരത്ത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജിനെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനെയും അസിനെയും ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പലരും നിങ്ങൾ പൃഥ്വിരാജ് പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് പക്ഷേ ആ ഒരു ക്യാരക്ടറിന് പറ്റിയൊരു ലുക്കല്ല പൃഥ്വിരാജിൻ്റെ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ അതിലോട്ട് മാറ്റി. പക്ഷെ പിന്നീട് ഈ പറയുന്ന രഞ്ജിത്ത് ഒരു ആർട്ടിസ്റ്റിനെ നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മണിയമ്പിള്ള രാജു ഒരിക്കൽ പൃഥ്വിരാജിനെ എവിടെയോ വെച്ച് കാണുകയും കുറേ നാളുകൾക്ക് ശേഷമാണ്. മണിയമ്പിള്ളയും സുകുമാരനൊക്കെ ഭയങ്കര സുഹൃത്തുക്കളാണ്. അങ്ങനെ മല്ലികയുടെ മകൻ
വളർന്നു വലുതായി എന്ന ആ ഒരു കൗതുകത്തിൽ അത് മനസ്സിലുണ്ടായിരുന്നു മണിയമ്പിള്ളയുടെ. അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞപ്പോഴാണ് മണിയമ്പിള്ള രാജുവിനെ രഞ്ജിത്ത് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് അതിലോട്ട് വരുന്നത്. സിദ്ദിഖാർ എന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ, സിദ്ദിഖും രഞ്ജിത്തൊക്കെ കൂടിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് നന്ദനം. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കോക്കസ് ഫിലിംസ് ആണ്. ഇത് കഴിഞ്ഞ് നന്ദനത്തിന് മുമ്പ് തന്നെ ഈ 2 സിനിമകൾ കിട്ടുന്നു. പിന്നീട് പൃഥ്വിരാജിന്റെ ആദ്യത്തെ റിലീസായിട്ട് വരുന്നത് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് രാജകുമാരി 2002 ഓണത്തിന്. ആ ഓണത്തിന് തന്നെയാണ് താണ്ഡവം എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നെ കയ്യെത്തുന്നൂരത്ത് ഫഹദ് ഫാസിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമ. പക്ഷെ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരനും കയ്യെത്തുന്നൂരത്തും ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് നമുക്കറിയാം ഫഹദ് ഫാസിൽ പിന്നെ അഭിനയിച്ചിട്ട് പഠിത്തത്തിനൊക്കെ പോയി പിന്നീട് തിരിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. പക്ഷെ പൃഥ്വിരാജ് അന്നും ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്, ലീവിന് വന്നാണ് അഭിനയിക്കുന്നത്, വെക്കേഷൻ സമയത്താണ് അഭിനയിക്കുന്നത്. പക്ഷെ പൃഥ്വിരാജിന് പരാജയപ്പെട്ടിട്ടും പിന്നെ സിനിമകൾ കിട്ടിയിരുന്നു. ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ രാജകുമാരൻ ഫ്ലോപ്പ് ആയെങ്കിലും അത് കണ്ടിറങ്ങിയ ആ നവംബറിൽ ഇറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് ഹിറ്റ് ആവുന്നു. സ്റ്റോപ്പ് വയലൻസ് നല്ല ആ വർഷത്തെ ഒരു ടോപ്പ് 10 എനിക്കൊരു ടോപ്പ് 5 ഒരു സിനിമ തന്നെയായിരുന്നു തോന്നുന്നു. ടോപ്പ് 5 ടോപ്പ് 10 എന്തായാലും ഹിറ്റ് സ്റ്റാറ്റസിലുണ്ട് സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമ. പിന്നീട് അത് കേട്ടാണ് 2002 ഡിസംബറിൽ നന്ദനം റിലീസാകുന്നു. കുറേ നാൾ പെട്ടി കിടന്ന സിനിമ റിലീസാകുന്നു. അപ്പോൾ നന്ദനം റിലീസായപ്പോൾ തന്നെ പൃഥ്വിരാജ് ഇനി ഇവിടുന്ന് ഒരു നായകനായിട്ട് നിലനിൽക്കുമെന്നുള്ള ഒരു ടോക്ക് ഇൻഡസ്ട്രിയിൽ വന്നു. ആ സമയത്ത് ഒരുപാട് നടന്മാർ വന്നു. ആ സമയത്ത് തന്നെ നമ്മൾ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ സിദ്ധാർത്ഥും ജിഷ്ണുവും വരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വനിതയോ ഗ്രഹലക്ഷ്മിയോ ഏതോണ്ട് തന്നെ മാഗസീനിൽ ആ സമയത്ത് ഡിസംബർ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലിൽ പൃഥ്വിരാജും ജിഷ്ണുവിൻ്റെ 2 പേരും നിൽക്കുന്നു. അവരുടെ നടുക്ക് രേണുക മേനോൻ നമ്മളുടെ നായിക. ഇങ്ങനെയുള്ള അടുത്ത താരങ്ങൾ ഇവർ 2 പേരുമാണെന്ന രീതിയിലായിരുന്നു അന്ന് മാഗസീൻസിലും സിനിമാ ലോകത്തൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. കാരണം ജയസൂര്യ അന്നപ്പോഴേക്കും ഊമപ്പെണ്ണ് കഴിഞ്ഞ് ജയസൂര്യ 1-2 പരാജയങ്ങൾ, പ്രണയമണി തൂലും കാട്ടുചെമ്പൊക്കെ ഫ്ലോപ്പായി നിൽക്കുകയാണ്. പക്ഷെ പടങ്ങളുണ്ട്. ഇന്ദ്രത്താണെങ്കിൽ അപ്പുറത്ത് വില്ലനായിട്ട് മീശമാധവൻ ചെയ്യുന്നു. അപ്പോൾ നായകൻ എന്ന രീതിയിൽ ജിഷ്ണുവിനെയും പൃഥ്വിരാജിനാണ് അന്ന് സിനിമാ ലോകം അല്ലെങ്കിൽ മാഗസീൻസും മീഡിയ ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരുന്നത്. എന്തായാലും നന്ദനത്തിന് മുമ്പ് തന്നെ ആ വനിതയിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ജയസൂര്യയുടെയും കാവ്യ മാധവൻ്റെയും ഇന്റർവ്യൂ ഉണ്ട്, പൃഥ്വിരാജിന്റെ നവ്യനാരുടെ ഇന്റർവ്യൂ ഉണ്ട്, വേറെ ആരുടെയോ ജിഷ്ണു ആണോ ഞാൻ മറന്നു ആരുടെയൊക്കെ ഇന്റർവ്യൂ. അതിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്ദനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 7 സിനിമകൾ കമ്മിറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് നന്ദനത്തിന് മുമ്പ് കമ്മിറ്റ് ചെയ്ത സിനിമ സ്റ്റോപ്പ് വയലൻസ്, പിന്നെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് രാജകുമാരി, പിന്നെ കഥ എന്നുള്ള സിനിമ സുന്ദരദാസും എവിടെയോ പറഞ്ഞതായിട്ട് തന്നെ എനിക്ക് ഓർക്കുന്നുണ്ട്. നന്ദനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 2ാമത്തെ സിനിമയായിട്ട് ഞാൻ പൃഥ്വിരാജിന്റെ ഡേറ്റ് മേടിച്ചതാണ്. പക്ഷെ കഥ ഇറങ്ങിയത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. എനിക്കൊരു തിയേറ്ററിൽ ഇറങ്ങിയില്ല. അത് പിന്നീട് 2004 എന്തോ ഒരു ഓണം സമയത്ത് എന്തോ TV ടെലികാസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ വിജി തമ്മിയുടെ നമ്മൾ തമ്മിൽ, അതും ഇതുപോലെ തന്നെ അന്ന് ഇറങ്ങേണ്ട സിനിമയെന്ന് കുറേ കാലം കഴിഞ്ഞ് 2009 ഇറങ്ങിയത്. പിന്നെ സ്വപ്നക്കൂട്, വെള്ളിത്തിര, ചക്രം, ഇതെല്ലാം എനിക്ക് തോന്നുന്നു നന്ദനത്തിന് മുമ്പ് തന്നെ. കാരണം ഡിസംബറിലാണ് നന്ദനം ഇറങ്ങുന്നത്. ആ ഡിസംബറിൽ ക്രിസ്മസിന്റെ സമയത്ത് തന്നെ അന്നത്തെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്സോ ഹിന്ദുവിൽ ആദ്യമായിട്ട് വായിക്കുന്നത്. ഇങ്ങനെ കമൽ അനൗൺസ് ചെയ്യുന്നു എൻ്റെ സിനിമ. കമൽ അതിനു മുമ്പ് സ്വപ്നക്കൂട് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഗ്രാമഫോൺ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഗ്രാമഫോൺ റിലീസായത് 1 വർഷം കേട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 2003 പക്ഷെ ഗ്രാമഫോണെ പാട്ടുകളൊക്കെ അപ്പോൾ ഹിറ്റാണ്. അപ്പോൾ ഗ്രാമഫോൺ കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു സിനിമ, ഒരു യൂത്തിൻ്റെ ഒരു സിനിമയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പൃഥ്വിരാജും ജയസൂര്യയും കുഞ്ചാക്കോ അവരാണ് അഭിനയിക്കണം എന്ന് പറഞ്ഞ് കമൽ അനൗൺസ് ചെയ്തു. അപ്പോൾ നന്ദനം ഇറങ്ങി ആ ഒരാഴ്ച തന്നെയാണ് ഇതൊരു അനൗൺസ്മെന്റ് വരണം. അപ്പോൾ ഒരുപക്ഷെ നന്ദനത്തിന് മുമ്പ് തന്നെ കമ്മിറ്റ് ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ചക്രം 2001 കമൽ ഡയറക്ട് ചെയ്ത് മോഹൻലാൽ ദിലീപിനെ അഭിനയിക്കുന്ന ലോഹിദാസ് സ്ക്രിപ്റ്റ് എഴുതുന്ന ചക്രം മുടങ്ങിപ്പോയ കഥ നിങ്ങൾക്കറിയാം. ആ ചക്രം വീണ്ടും ലോഹിദാസ് ചെയ്യുന്നു, പൃഥ്വിരാജും ജയസൂര്യയും എന്ന് പറഞ്ഞ് ഇതേപോലെ ആ ഡിസംബറിൽ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു അനൗൺസ്മെന്റ്. പക്ഷെ പിന്നീട് ജയസൂര്യ പുലിവാല് കല്യാണം എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്ക് വന്നപ്പോഴാണ് അതിലോട്ട് പിന്നീട് വിജീഷ് അല്ലെങ്കിൽ നൂലുണ്ട ആ വേഷം ചെയ്തത്. പിന്നെ വെള്ളിത്തിര, അത് ഇറങ്ങുന്നത് 2003 ഏപ്രിൽ അവസാനം, അത് മെയ് ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ വെള്ളിത്തിരയും ഒരുപക്ഷെ നന്ദനത്തിന് മുമ്പ് തന്നെ കമ്മിറ്റ് ചെയ്ത സിനിമയായിരിക്കാം. അപ്പോൾ ഏകദേശം 6 സിനിമകൾ 6-7 സിനിമകളായി. പിന്നെ മീരയുടെ ദുഃഖം, മുത്തുവിന്റെ സ്വപ്നം എന്ന സിനിമയൊക്കെ 2003 പകുതിയാണ്. ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ചർച്ച ആ ഒരു സമയങ്ങളിൽ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും 2002 എന്ന് പറയുന്ന വർഷം പൃഥ്വിരാജിന്റെ തിയേറ്ററിൽ ഇറങ്ങിയ 3 സിനിമയാണ് നന്ദനം, സ്റ്റോപ്പ് വയലൻസ്, നക്ഷത്ര കണ്ണുള്ള രാജകുമാർ, അവനുണ്ട് രാജകുമാരി. ഇതിൽ നന്ദനം ഹിറ്റാണ്, സ്റ്റോപ്പ് വയലൻസ് ഹിറ്റാണ്, നക്ഷത്ര കണ്ണ് ഫ്ലോപ്പാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. ഇതിൽ നന്ദനം മാത്രമാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ. മറ്റു 2 സിനിമകളൊക്കെ ഞാൻ പിന്നീട് DVD ഒക്കെ ആണ് കണ്ടിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജിനെ കുറിച്ചും ആ ഒരു 2002 എന്ന് പറയുന്ന ഒരു വർഷത്തെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. ജയസൂര്യയെ കുറിച്ചും ഇന്ദ്രജിത്തിനെ കുറിച്ചും എൻ്റെ ഒരു മെമ്മറിയിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. എന്തായാലും
നിങ്ങൾ ഈ ഒരു സിനിമകളെക്കുറിച്ചും ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യണം നമ്മുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ. എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് അതൊക്കെ. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കുറെ അറിവുകൾ തരുന്നു എന്ന് പറയുന്നതൊക്കെ നമുക്കൊക്കെ ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോയിലും അടിയിലും നിങ്ങൾ ഒരുപാട് കമന്റുകൾ ചെയ്യുക.